നാട്ടികക്കാരുടെ സ്വന്തം യൂസഫ് അലിക്ക നാട്ടികയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പെരുന്നാളിനും വിഷുവിനുമുള്ള സമ്മാനം നൽകിയിട്ടാ അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടായി. നാട്ടികയിലെ മത്സ്യത്തൊഴിലാളികൾ പണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമയത്താട്ടാ നമ്മുടെ യൂസഫ് അലിക്ക അതറിഞ്ഞിട്ട് അവർക്കൊരു സ്നേഹ സമ്മാനം നൽകിയത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവരുടെ വിഷമം മാറ്റാൻ വേണ്ടി എന്ത് സഹായം ചെയ്യാനും നമ്മുടെ യൂസഫ് അലിക്ക എന്നും മുന്നിൽ തന്നെ ഉണ്ടാവും ട്ടാ. ഇത് നമ്മുടെ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് യൂസഫ് ഭായി നൽകിയ സ്നേഹ സമ്മാനം. ഈ പുണ്യമാസത്തിൽ ഇതുപോലെ ഒരുപാട് വേദനിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ മുന്നിൽ തന്നെ നമ്മുടെ യൂസഫ് അലിക്ക. നിങ്ങൾക്ക് വേണ്ട ഒരു സ്നേഹ സമ്മാനം ആണ് അദ്ദേഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ആകെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. കൂടാതെ ഇന്നിവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടിക മഹല്ല് ജുമാഅത്ത് പള്ളിയുടെ ഖത്തീബ്, അതേപോലെ ആരിക്കരി ക്ഷേത്രത്തിന്റെ മേൽശാന്തി, ഞങ്ങളുടെ മറ്റുള്ള സ്റ്റാഫ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കും നിങ്ങൾക്കേവർക്കും ഒരു റമദാൻ ആശംസകൾ കൂടാതെ വിഷുവിന്റെ മുൻകൂറായുള്ള ഒരു ആശംസകൾ മാത്രം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സഹോദരന്മാർക്ക് ധന്യവാദങ്ങൾ. മനുഷ്യത്തൊഴിലാളികളെ പ്രയാസം മനസ്സിലാക്കി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെ ബിസിനസ്സുമായി ഓടി നടക്കുന്നതിനിടയിൽ സ്വന്തം നാട്ടിലെ ഫിഷറീസ് മേഖലയിലുള്ള കടൽ തൊഴിലാളികളായ പ്രിയപ്പെട്ടവർ പട്ടിണിയിലാണ് എന്ന് എങ്ങനെയോ പത്രദ്വാര വായിച്ചറിഞ്ഞതിന്റെ പേരിൽ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി നല്ല രീതിയിൽ പ്രിയപ്പെട്ട ഹാരിസ് സാഹിബും ഇക്ബാൽ സാഹിബുകളുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട ഈ തൊഴിലാളികൾക്ക് ഈ കാണുന്ന ആളുകളോടുള്ള കാരുണ്യത്തിന്റെ മുഖമാണ് പ്രിയപ്പെട്ട യൂസഫ് അലിക്കയിലൂടെ നമ്മൾ കാണുന്നത്. സർവശക്തനായ ജഗനിയന്താവ് പ്രിയപ്പെട്ട യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കി ആയുരാരോഗ്യം നൽകട്ടെ. അവർ പ്രിയപ്പെട്ട മാതാപിതാ കബറിനുള്ള സ്വർഗത്തോപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ ക്ഷണിച്ചതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇങ്ങനെ ഫിഷറീസുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും പങ്കെടുക്കാൻ അവസരമുണ്ടായല്ലോ. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു നാട്ടികക്കാരനല്ലെങ്കിലും 10-24 കൊല്ലമായിട്ട് ഇവിടെ അമ്പലത്തിൽ മേശാന്തിയായി ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു